ഞാൻ ജിജി മാരിയോ. വിവാഹം കഴിച്ച രണ്ട് സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് സംസാരിക്കായിരുന്നേ. ഒരു സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്: ഓ, എന്നാ ചെയ്യാനാ, അദ്ദേഹം ഒരു കുനിഞ്ഞൊരു കുപ്പ പോലും എടുക്കത്തില്ല. നേരം വെളുത്ത ഇരുട്ടുന്ന വരെ എപ്പോഴും എൻ്റെ കൈ തന്നെ ചെല്ലും. കിടക്ക പയ്യുന്നേ ഇടീ കാപ്പി, ഇടീ ചായ, വെള്ളം ഒക്കെ. പിന്നെ കുളിച്ചിട്ട് വന്നാലോ, കുളിക്കാൻ കയറിയാലോ സോപ്പ്, ടവല്, വെള്ളം, ചൂടുവെള്ളം ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ച് കൊടുത്തോണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ അവിടുന്ന് വിളിക്കും, സോപ്പ് മറന്നുപോയി, ഷാമ്പു മറന്നുപോയി, എവിടെയാന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാലാണെങ്കിൽ ഒരു ചായ കൊടുത്തു കഴിഞ്ഞാൽ ആ കുടിച്ച ഗ്ലാസ് എടുത്ത് കിച്ചണിലോട്ട് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞാൽ ഒന്നും വെക്കത്തില്ല. ഒരുങ്ങാൻ തുടങ്ങി ഷൂ ലേസ് വരെ ഞാൻ കെട്ടി കൊടുക്കണം. ചിലപ്പോൾ ഷർട്ടിന്റെ ബട്ടൺ വരെ ഞാൻ ഇട്ട് കൊടുക്കണം. പൗഡർ, സോപ്പ്, ചിപ്പ് എല്ലാം റെഡി ആയിട്ട് ഇവിടെ ഉണ്ടായിരിക്കണം. ഒരു പണിയും എടുക്കത്തില്ല. ഭയങ്കര കഷ്ടപ്പാടാ. അറ്റ്ലീസ്റ്റ് ഒന്ന് കുടിച്ച ചായയുടെ കപ്പെങ്കിലും ഒന്ന് കഴുകി വെച്ചൂടെ, നമുക്കൊരു സന്തോഷം തോന്നില്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നൊരു സ്ത്രീ പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല. രണ്ടാമത്തെ സ്ത്രീ ഇത് കേട്ടോണ്ടിരിക്കുകയാണേ. രണ്ടാമത്തെ സ്ത്രീ പറയാണ്, ഇതുപോലെ തന്നെയാണ് എൻ്റെ ഭർത്താവും. കുടിച്ച കപ്പ് പോലും കഴുകി വെക്കത്തില്ല. എല്ലാത്തിലും ഞാൻ വേണം. കിടന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ഞാൻ തന്നെ മടക്കി വെക്കും, അദ്ദേഹത്തിന്റെ ഡ്രസ്സ് ഞാൻ തന്നെ ഏൺ ചെയ്ത് വെക്കും, അദ്ദേഹത്തിന് ഷൂ ലേസ് വരെ കെട്ടിക്കൊടുക്കും, കോളർ, ഷർട്ടിന്റെ ബട്ടൺ ഇട്ട് കൊടുക്കും, കുളിക്കാൻ നേരത്തെ ചൂടുവെള്ളം എടുത്തു കൊടുക്കും, സോപ്പ് എടുത്തു കൊടുക്കും, ഷാമ്പു എടുത്തു കൊടുക്കും. എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യുന്നത്. അദ്ദേഹം ഒരു പണിയും ചെയ്യില്ല. പക്ഷേ എനിക്ക് അക്കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. എല്ലാത്തിനും ഞാൻ വേണമല്ലോ. ഞാനില്ലാതെ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന് കുളിക്കാൻ കയറണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ടവലും സോപ്പും വേണമല്ലോ. ഉടനെ വിളിക്കും, എടിയേ എടിയേ ബിന്ദുവേ, എടിയേ സ്മിതയെ, ഉടനെ എൻ്റെ പേരങ്ങ് വിളിക്കുകയാണ്. അപ്പൊ ഞാൻ വേണമല്ലോ. കിടക്കപ്പായി എഴുന്നേൽക്കുമ്പോഴേ എൻ്റെ പേരാണല്ലോ വിളിക്കുന്നത്. ചായ കിട്ട, എടി കാപ്പി വേണം, എടി ചായ വേണം, എടി ചൂടുവെള്ളം വേണം. അപ്പൊ ഞാനില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. ഞാനില്ലെങ്കിൽ അദ്ദേഹം കട്ടപ്പോക. അപ്പൊ എന്നെ അത്രമാത്രം ഡിപ്പെൻഡഡ് അല്ലേ. അപ്പൊ അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അദ്ദേഹത്തിന്റെ ലൈഫിൽ എനിക്ക് വലിയ പങ്കാളിത്തമാണ് ഉള്ളത്. ഞാനാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ നേരം വെളുത്ത ഇരുട്ടുന്നത് വരെയുള്ളത്. ബിക്കോസ് ആൾ എന്നെ അത്ര ഡിപ്പെൻഡഡ് ആണ്. അപ്പൊ ഞാൻ ഈ സംഭവം പറഞ്ഞ എന്താണെന്നറിയാമോ, ഒരേ ആൾക്കാര് വിവാഹം കഴിച്ചവര് രണ്ടുപേരെയും ഭർത്താക്കന്മാരെ അനലൈസ് ചെയ്യുന്ന രീതി കണ്ടോ. ഒരാൾ കുറ്റമായിട്ട് പറഞ്ഞു, ഇത് വലിയ ടോർച്ചറാണ്, കഷ്ടപ്പാടാണ്, ദുഃഖമാണ്, ദുരിതമാണ്. മറ്റേയാൾ ആസ്വദിച്ചിട്ട് പറയാണ്, ഞാനത് എൻജോയ് ചെയ്യുന്നു. ബിക്കോസ് അദ്ദേഹത്തിന്റെ ലൈഫിൽ എനിക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനാണ് ഇമ്പോർട്ടൻ്റ്. ഞാൻ എടുത്തു കൊടുത്താലേ എല്ലാം അദ്ദേഹം ചെയ്യുള്ളൂ. സോ ആൾ എന്നെ ഒത്തിരി ഡിപ്പെൻഡഡ് ആണ്. കണ്ടില്ലേ? അപ്പൊ എത്ര രസകരമായിട്ടാണ് ലൈഫ് ചെയ്യുന്നത്. അപ്പൊ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇതുപോലെ നിസാരം കാര്യങ്ങളാണ്. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. ഈ കാഴ്ചപ്പാട് മാറിയാൽ തന്നെ കഷ്ടപ്പാട് മാറുമെന്നാ പറയണേ. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നേ നമ്മൾ എടുത്തിട്ട് വലിയ വിഷയങ്ങളാക്കി, അന്താരാഷ്ട്ര വിഷയങ്ങളാക്കി, കുടുംബ കോടതിയിൽ കേസൊക്കെ. നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ. ഈ ഹൈക്കോർട്ടിലും മറ്റ് കുടുംബ കോടതികളിലൊക്കെ പോയി നോക്കണം. എത്ര പേരാന്നറിയാവോ നിരന്ന് ഹിയറിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, ബാർഗെയിൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ ഒന്നും മുഖത്തൊന്നും ഒരു ചോര പോലും ഇല്ല. പക്ഷെ അവർ കേസ് കൊടുക്കാണ്, ഡിവോഴ്സ് ചെയ്യാണ്. സാധാരണ ഡിവോഴ്സ് ചെയ്യുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവണ്ടേ? ഹാപ്പിനെസ്സേ ഇല്ലാന്ന്. എന്നിട്ടാ പോയി ഡിവോഴ്സ് ചെയ്യുന്നത്. എന്തിനാല്ലേ? ആരെ കാണിക്കാനാ? ചുമ്മാ ദേഷ്യം, ഈഗോ, വാശി. നീ ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്കൊക്കെ ജീവിക്കാൻ അറിയാം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇപ്പൊ നിന്റെ അടിമയിരിക്കാൻ വയ്യ കേട്ടോ. എനിക്കും ജോലിയും കാര്യങ്ങളും ശമ്പളവും പേരും ഒക്കെ ഉണ്ട് കേട്ടോ. ഇല്ലേ? എന്തുണ്ടായിട്ടെന്താണ്? സിമ്പിൾ തിങ് വിട്ട് കളയുന്നെ. എത്ര നാൾ ഈ ഭൂമിയിലുണ്ട്? എപ്പോഴും പറഞ്ഞ സ്ഥിരം ഡയലോഗ് തന്നെ ഞാൻ ചോദിക്കുന്നത്, എത്ര നാൾ ഈ ഭൂമിയിലുണ്ട്? ഇല്ലേ? ആദ്യത്തെ ആ രണ്ട് സ്ത്രീകൾ സംസാരിച്ച ആറ്റിറ്റ്യൂഡിന് ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾ എങ്ങനെയാ ഒരു ഭർത്താവിന്റെ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ ഒരു സ്വഭാവത്തെ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജസ്റ്റ് നമ്മുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമുണ്ടാ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവോ, മെയ് 8-ാം തീയതി കപ്പിൾസിന് വേണ്ടിയിട്ട്, വിവാഹം കഴിച്ചവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു മനോഹരമായ ഒരു സെഷൻ ഉണ്ട്, ക്ലാസ് ഉണ്ട്. ഒരു 1 day സെമിനാറാണ്. വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും പ്രീ മാരിറ്റൽ കോഴ്സ് പോലെയും കൂടെയാണ്. ഭയങ്കര എഫക്റ്റീവാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന യുവജനങ്ങൾക്കും വന്ന് പങ്കെടുക്കാം. വിവാഹ തീയതി നിശ്ചയിച്ചവർക്ക് തീർച്ചയായിട്ടും വന്ന് പങ്കെടുക്കണം. അതുപോലെ തന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞവർക്ക് നല്ലൊരു ഗൈഡൻസ്. അതിൽ സ്ത്രീയുടെ മനഃശാസ്ത്രം, പുരുഷന്റെ മനഃശാസ്ത്രം
ഇല്ലേ? നമ്മൾ ഗൈഡ് ചെയ്യാണ്. ഓരോ വിവാഹം കഴിച്ച് ആദ്യത്തെ 2 വർഷത്തിലുണ്ടാകുന്ന ഇഷ്യൂസ്, വിവാഹം കഴിച്ച് ആഫ്റ്റർ 5 years ഉണ്ടാകുന്ന ഇഷ്യൂസ്, വിവാഹം കഴിച്ച് 10 വർഷം കഴിഞ്ഞ് ഉണ്ടാകുന്ന ഇഷ്യൂസ്, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, എന്തൊക്കെ ഈഗോ വരാം, എന്തൊക്കെ കോംപ്ലക്സ് വരാം, അതൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് പാരന്റിങ്, ഓക്കെ, എങ്ങനെയാണ് സെക്ഷൽ ലൈഫ്, എങ്ങനെയാണ് ബെഡ്റൂം ലൈഫ്, ഒക്കെയുള്ള വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡിസ്കഷനും ഒരു ഇന്ററാക്ഷനും ചർച്ചയും ക്ലാസ്സും ഒക്കെയാണ് നമ്മൾ മെയ് 8 ഒരുക്കിയിരിക്കുന്നത്. എല്ലാ മാസവും ഉണ്ട്. മെയ് 8 കഴിഞ്ഞ് പിന്നെ ജൂലൈയിലാവും ഞങ്ങൾക്ക് വിദേശത്തൊരു പ്രോഗ്രാം ഉണ്ട്. അതും കൂടി പ്രത്യേകം പറയാണ്. അമേരിക്കയിൽ ഞങ്ങൾ വരുന്നുണ്ട്. ഹൂസ്റ്റണിൽ ഉണ്ടാവും, ചിക്കാഗോയിൽ ഉണ്ടാവും, മിയാമിയിൽ ഉണ്ടാവും. അപ്പോൾ അവിടെ മെയ് 13 മുതൽ ഞങ്ങൾ അമേരിക്കയിലായിരിക്കും, ജൂൺ പകുതി വരെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഹൂസ്റ്റണിൽ വെച്ചോ ചിക്കാഗോയിൽ വെച്ചോ നിങ്ങൾക്ക് മിയാമിയിൽ വെച്ചോ കാരണം പേഴ്സണലായിട്ടൊരു കൗൺസിലിംഗ് വേണം, ഒരു മെന്ററിങ്, ഒരു ഗൈഡൻസ് ഒക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എപ്പോഴും ഞങ്ങൾക്ക് അമേരിക്കയിലേക്ക് ഓടി വരാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾക്ക് നാട്ടിലേക്ക് ഓടി വരാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഇതൊരു സുവർണ അവസരമാണ്. അപ്പോയിന്റ്മെന്റ് നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മെയ് 8 കപ്പിൾസിന് വേണ്ടി ചാലക്കുടി വെച്ചിട്ടാണ് ഈ 1 day പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ ആരെങ്കിലും പിണങ്ങിയിരിക്കുകയാണ്, ആരെങ്കിലും ഇച്ചിരി കുറുകുറുപ്പായിട്ടിരിക്കണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെയാണ് നെക്സ്റ്റ് തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയില്ല, ഡിവോഴ്സ് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലോട്ട് എങ്ങനെ പോകണമെന്ന് അറിയില്ല, അറിവുകൾ കിട്ടുന്തോറും മനുഷ്യർ വളരുകയാണ് ചെയ്യുന്നത്. അറിവുകൾ കിട്ടുന്തോറും പ്രശ്നങ്ങൾ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം അറിവ് നേടാനായിട്ട് മെയ് 8 വിവാഹം കഴിച്ചവർക്കും കഴിക്കാൻ പോകുന്നവർക്കുള്ള ഒരു അവസരമാണ്. തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്യുക, പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെയ് 3 ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, എസ്പെഷ്യലി ആൺകുട്ടികൾക്കാണെങ്കിൽ 15 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. നിങ്ങൾ ബുക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഇപ്പോൾ ഓൾമോസ്റ്റ് ബുക്കിംഗ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 19 സീറ്റ് വേണമെങ്കിൽ തരാം, കുത്തിത്തിരിക്കി തരാം എന്ന് മാത്രം. വിളിച്ച് ബുക്ക് ചെയ്യുക. വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ 8281499768. ഒന്നും കൂടി ഉണ്ട്, 8281499766. ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ, മാക്സിമം ഷെയർ ചെയ്യാം. അപ്പോ കാഴ്ചപ്പാട് മാറിയാൽ കഷ്ടപ്പാട് മാറും. ഓക്കെ, ദൈവം എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ.